ഇന്ന് ഇഡ്ഡലിക്കും ദോശയ്ക്കും വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റി കറി. സാധാരണ സാമ്പാർ ചട്നിയൊക്കെയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതും ഒരു സാമ്പാർ തന്നെയാണ്, ഒരു വെറൈറ്റി സാമ്പാറാണ്. ഇതിൽ പരിപ്പ് ചേർത്തിട്ടില്ല, കൂടുതൽ വെജിറ്റബിൾസ് ഒന്നും ചേർത്തിട്ടില്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ വെജിറ്റബിൾസ് ഇല്ല, പരിപ്പും ചേർത്തിട്ടില്ല. പരിപ്പും വെജിറ്റബിൾസ് കൂടുതലില്ലാതെ കുറച്ച് 2 തക്കാളിയും 2 സബോളയും കൊണ്ടാണ് ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ലൊരു ടേസ്റ്റി കറിയാണ്. ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും കഴിക്കാൻ സാധാരണ നിന്നും വ്യത്യസ്തമായ രീതിയിലുള്ള ഈ ഒരു കറി എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കിയത് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടി ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. അത് ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ വെളിച്ചെണ്ണ, വെജിറ്റബിൾസ് ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് നല്ലത്. ഞാൻ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ആ വെളിച്ചെണ്ണയിലേക്ക് 2 സബോള തൊലി കളഞ്ഞ് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ കറികൾക്ക് മൂപ്പിക്കാനായിട്ട് നമ്മൾ നുറുക്കുമല്ലോ, അതുപോലെയല്ല, അതിൽ കുറച്ചും കൂടി കനത്തിലാണ്. ഒരുപാട് നൈസായിട്ടല്ല, ഒരു 1/4 ഇഞ്ചൊക്കെ കനത്തിലാണ് ഇങ്ങനെ കട്ട് ചെയ്തത്. അത് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റാം. ഒരുപാട് അങ്ങനെ മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് ഒരു 10-12 ചെറിയ ഉള്ളി, അത് തൊലി കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് ഈ സവോളയും ഈ ചെറിയ ഉള്ളിയും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങനെ ഇട്ട് വഴറ്റണ്ട. അതിലേക്ക് ഒരു 2 തക്കാളി, നല്ല പഴുത്ത തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചെറുതായി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തു. എല്ലാം കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് 2 പച്ചമുളക് കീറിയതും കൂടി ചേർത്തു. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മതി. അങ്ങനെ മൂപ്പിക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി ഒന്ന് കുഴഞ്ഞൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് അടി പിടിക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് അര ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ഒരു അര മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷം അടുപ്പ് തുറന്ന് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ഇപ്പോൾ കൂടുതൽ കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കാം. അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം പുളി, സാധാരണ സാമ്പാർ പുളി ഉണ്ടല്ലോ, സാമ്പാർ പുളി വെള്ളത്തിലിട്ട് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ. ആ പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് പുളിവെള്ളത്തിലൊന്ന് പതുക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. ആ പുളി ആ കഷ്ണത്തമ്മയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചു. അടുപ്പ് തുറന്നു. നല്ലപോലെ കറി തിളച്ചു കേട്ടോ. നല്ല തിളച്ച് നല്ല പാകമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു കളറാണ്. പരിപ്പില്ലാത്ത സാമ്പാർ, പരിപ്പില്ലാത്ത ഇഡ്ഡലിക്കും സാമ്പാറിനും പരിപ്പില്ലാത്ത ഒരു ടേസ്റ്റി വെറൈറ്റി കറി തന്നെയാണ്. അപ്പം നല്ലപോലെ ആ പുളിയൊക്കെ നല്ലപോലെ തിളച്ചു കിട്ടാം. അതിനുശേഷം നമുക്ക് 2 ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി, 2 ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട്. ആ സാമ്പാർ പൊടി നമുക്ക് സാധാരണ വെള്ളത്തിലൊന്ന് നല്ലപോലെ ഒന്ന് കലക്കി വയ്ക്കണം. വീണ്ടും ആ കറി നല്ലപോലെ ഒന്ന് ഇളക്കി കഷ്ണങ്ങൾ, വെജിറ്റബിൾസ്, സവോളയും തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നു. മസാലയൊക്കെ കഷ്ണത്തുമ്മ പിടിച്ചു, പുളിയൊക്കെ. അപ്പോൾ അതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിരുന്ന സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ. സാമ്പാർ പൊടി ചേർത്ത് ആ പാത്രം കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ആ പാത്രം കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി ആ സാമ്പാർ പൊടിയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. ആ സാമ്പാർ പൊടി അതിലൊക്കെ ഒന്ന് പിടിക്കണമല്ലോ. ആ സവോളയിലും തക്കാളിയിലും ഒക്കെ നല്ലപോലെ സാമ്പാർ പൊടി പിടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അതിലേക്ക് ഉപ്പ് ചേർത്തേണ്ടതില്ല. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഉപ്പ് ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. കറി പാകമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ലപോലെ തിളച്ച് കുറുകാൻ തുടങ്ങി കേട്ടോ.
അതിലേക്ക് അപ്പോൾ 2 ചെറിയ കഷ്ണം ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കി 2 കഷ്ണം ശർക്കര. അപ്പോൾ പുളിയും എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുത്തത്. അപ്പോൾ ശർക്കരയും കൂടി നമുക്കൊന്ന് അലിയിച്ചെടുക്കാം. അപ്പോൾ ശർക്കരയും കൂടി ചെല്ലുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് പരിപ്പൊന്നും ചേർത്തിട്ടില്ല. കറിക്ക് കുറച്ച് കൊഴുപ്പ് വേണ്ടേ, നല്ല ടേസ്റ്റും വേണ്ടേ. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് കടലമാവാണ് കേട്ടോ ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂണ് കടലമാവ് ഒരു പാത്രത്തിലിട്ട് നല്ലപോലെ അതിൻ്റെ കട്ടയൊക്കെ ഉടച്ചെടുക്കണം കേട്ടോ. നന്നായി അതിൻ്റെ കട്ടയൊക്കെ ഉടച്ചെടുക്കണം, ഒട്ടും കട്ട പാടില്ല. നല്ലപോലെ കട്ടയൊക്കെ ഉടച്ചിട്ട് നമുക്ക് സാധാരണ നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് കലക്കിയെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ടീസ്പൂൺ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഒട്ടും കട്ടയില്ലാണ്ട് ഇങ്ങനെ കലക്കിയെടുക്കണം. കുറച്ച് നേരം ഒന്ന് നല്ലപോലെ ഒന്ന് ടീസ്പൂൺ കൊണ്ട് ഇളക്കിയെടുക്കണം. എന്നാലേ അതിൻ്റെ കട്ടയൊക്കെ ഉടഞ്ഞ് കിട്ടുള്ളൂ. ഒരുവിധം കട്ടയൊക്കെ ഉടഞ്ഞ് കിട്ടി നല്ലപോലെ കലക്കിയെടുത്തു കേട്ടോ. ഒട്ടും കട്ടയില്ലാണ്ട് ഇതുമാതിരി കലക്കിയെടുക്കണം. അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ. നമുക്ക് ഇഷ്ടം പോലെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ കടലമാവ് കുറുതാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കറി നല്ലപോലെ തിളച്ച് പാകമായിട്ടുണ്ട്. സാമ്പാർ പൊടിയും പുളിയൊക്കെ ചേർത്തിട്ടുണ്ടായല്ലോ. ആ കറിയിലേക്ക് നമ്മൾ കലക്കി വെച്ചിരുന്നത് കടലമാവ് കലക്കി വെച്ചത് ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ പരിപ്പിന് പകരമാണ് സാധാരണ ഈ കടലമാവ് എന്ന് പറഞ്ഞാൽ പരിപ്പ് തന്നെയാണ്. കടലപ്പരിപ്പ് പൊടിച്ചെടുത്തതാണ് ഈ കടലമാവ്. സാധാരണ നമ്മൾ തോരപ്പരിപ്പ് കൊണ്ടാണല്ലോ സാമ്പാർ ഉണ്ടാക്കാറ്. അപ്പോൾ തോരപ്പരിപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും സാമ്പാർ ഉണ്ടാക്കാം. നല്ലൊരു ടേസ്റ്റി കറിയാണ്. ഒരു വെറൈറ്റി സാമ്പാർ എന്നൊക്കെ പറയാം. ഇപ്പോൾ കൂടുതൽ പച്ചക്കറികളും വെജിറ്റബിൾസും ഒന്നും ഇല്ല, പരിപ്പില്ല എങ്കിൽ നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. നല്ല ടേസ്റ്റി കറിയാണ് കേട്ടോ. ഇനി കടലമാവ് ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലപോലെ തിളപ്പിച്ച് വേവിക്കണം കേട്ടോ. അടി പിടിക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ആ കടലമാവിനൊരു പച്ചച്ചോയയൊക്കെയുണ്ട്. ആ പച്ചച്ചോയ മാറുന്നത് വരെ നമുക്ക് നല്ലപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിന് ശേഷം കറി വറുത്തിട്ടു കേട്ടോ. വെളിച്ചെണ്ണയിൽ കടുകും മുളകും കരിവേപ്പിലയൊക്കെ ചേർത്ത് കറി ഒന്ന് വറുത്തിട്ടു. ആ വറവും കൂടി ചെന്നപ്പോൾ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. കറി വറുത്തിട്ടു. അതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇപ്പോൾ എന്തോരം വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നു. ആ ഉള്ള മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തു. നല്ലൊരു ടേസ്റ്റി കറി തന്നെയാണ്. അതിനുശേഷം സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ. ഒരു നുള്ളു ഉലുവയും ഒരു ചെറിയൊരു കഷ്ണം കായും നല്ലപോലെ വറുത്തു ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പൊടിച്ച് വെച്ച പൊടി ലാസ്റ്റ് ഈ കറി കൂടെ ഒഴിച്ചു കൊടുത്തു. ലാസ്റ്റ് ഈ പൊടി ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഈ പൊടി ചേർത്ത് നല്ലപോലെ ഇളക്കിയ ശേഷം അടച്ച് വെച്ചു. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും.